നമസ്കാരം. നെഹ്റു കുടുംബം എങ്ങനെയാണ് കുടുംബാധിപത്യത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നത് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഈ കുടുംബാധിപത്യം യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് മോട്ടിലാൽ നെഹ്റുവിൻ്റെ കാലത്താണ്. കുടുംബവാഴ്ചയുടെ ആദ്യ നീക്കങ്ങൾ നെഹ്റു ഫാമിലിയിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് മോട്ടിലാൽ നെഹ്റുവിലാണ്. 1929 മോട്ടിലാൽ നെഹ്റു ആയിരുന്നു കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. ഈ ഗാന്ധിജിയുടെ കൂടെ ചേർന്ന് ഗാന്ധിജിയുമായിട്ട് ലോബി ചെയ്തെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മോട്ടിലാലിന് ശേഷം അദ്ദേഹം തൻ്റെ മകൻ ജവഹർലാലിനെ AICC പ്രസിഡൻ്റാക്കി. നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റ് ആകുമ്പോൾ അദ്ദേഹം വളരെ ചെറുപ്പമായിരുന്നു. പട്ടേലിനെ പോലെ പ്രവൃത്തി പരിചയവും കഴിവുമുള്ളവരെ മറികടന്നാണ് നെഹ്റു അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത്. മോട്ടിലാൽ എപ്രകാരമാണോ ജവഹർലാൽ നെഹ്റുവിനെ പ്രൊമോട്ട് ചെയ്തത്, അതേപോലെ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിയെയും പ്രൊമോട്ട് ചെയ്തു. ഇന്ദിരാഗാന്ധി ഒരു നാണവുമില്ലാതെ അവരുടെ മക്കളെയും പ്രൊമോട്ട് ചെയ്തു. രാജീവ് ഗാന്ധി മരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ജൂനിയർ ആയിരുന്നു. അപ്പോൾ കോൺഗ്രസ്സുകാർ സോണിയാഗാന്ധിയെ പ്രൊമോട്ട് ചെയ്തു ആ പീരീഡിൽ. പിന്നീട് രാഹുൽ സീനിയറായി കഴിഞ്ഞപ്പം അദ്ദേഹത്തെ പാരച്ചൂട്ടിൽ നിറക്കിയതുപോലെ കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുപോയി നിറക്കി വെച്ചു. ഇതാണ്ടിപ്പോൾ പ്രിയങ്ക ഗാന്ധി MP ആകുന്നു, അവരുടെ ഭർത്താവ് MP ആവണമെന്ന് പറഞ്ഞൊരു ബഹളം വെക്കുന്നു. അപ്പോൾ ഇതാണ് ഈ കുടുംബത്തിൻ്റെ യഥാർത്ഥ പാരമ്പര്യം. നെഹ്റു തൻ്റെ സഹോദരി വിജയലക്ഷ്മി പണ്ഡിറ്റിനെയും പ്രൊമോട്ട് ചെയ്യുവാൻ ശ്രമിച്ചിരുന്നു. വിജയലക്ഷ്മി പണ്ഡിറ്റിനെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആക്കുവാൻ ശ്രമം നെഹ്റു നടത്തി. ഈ ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് നെഹ്റു അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ S രാധാകൃഷ്ണനെ ചെന്ന് കണ്ടു. ഇത് ഡോക്ടർ രാധാകൃഷ്ണൻ അംഗീകരിച്ചു കൊടുത്തില്ല. അദ്ദേഹം നെഹ്റുവിനോട് പറഞ്ഞത്, താങ്കൾ പ്രധാനമന്ത്രി, താങ്കളുടെ മകൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, ഇനിയിപ്പം താങ്കളുടെ സഹോദരിയെ വൈസ് പ്രസിഡന്റ് കൂടി ആക്കിയാൽ നാട്ടുകാരെന്ത് പറയും, ഇതുകൊണ്ട് എനിക്കിത് സപ്പോർട്ട് ചെയ്യുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നെഹ്റുവിനെ പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. ഡോക്ടർ S രാധാകൃഷ്ണനും ജവഹർലാൽ നെഹ്റുവിനും ഇടയിൽ നടന്ന ഈ സംഭാഷണത്തെക്കുറിച്ച് പിന്നീട് കോൺഗ്രസ് പ്രസിഡന്റും മുഖ്യമന്ത്രിയും ഒക്കെ ആയ നിജലിംഗപ്പ തൻ്റെ ആത്മകഥയിൽ എഴുതി വച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കും വായിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. വിജയലക്ഷ്മി പണ്ഡിറ്റിനെ വൈസ് പ്രസിഡന്റ് ആക്കുവാനുള്ള ശ്രമം പരാജയപ്പെട്ടുവെങ്കിലും നെഹ്റു അവരെ UN ഇന്ത്യൻ പ്രതിനിധിയായി അയച്ചു. അതിനുശേഷം UP GB പന്ത് മന്ത്രിസഭയിൽ മന്ത്രിയാക്കി. കൂടാതെ പല രാജ്യങ്ങളിലെയും ഇന്ത്യൻ സ്ഥാനപതിയായി ഇവരെ അയച്ചു. ഈ സൗഭാഗ്യങ്ങളെല്ലാം മറ്റേതെങ്കിലും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്കോ ബന്ധുക്കൾക്കോ കിട്ടിയിട്ടുണ്ടോ? കിട്ടുമോ? അവരതിനുവേണ്ടി ശ്രമിക്കുമോ? ഇതുപോലെ അതൊന്നുമില്ല. ഇതൊക്കെ നെഹ്റു ഫാമിലിയുടെ ഈ കുടുംബാധിപത്യത്തിൻ്റെ ഭാഗമാണ്. ഇതുപോലെ തന്നെയാണ് നെഹ്റു ഇന്ദിരാഗാന്ധിയെ പ്രൊമോട്ട് ചെയ്തത്. 1955 ഇന്ദിരാഗാന്ധിയെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമാക്കി. അവർ താഴെ തട്ടിൽ നിന്നും പ്രവർത്തിച്ച് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായതല്ല, അവരെയും പാരച്ചൂട്ടിൽ നിന്ന് മേളിൽ നിടുകയായിരുന്നു. 1957 ആയപ്പോഴേക്കും അവരെ കോൺഗ്രസിൻ്റെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയിലും അംഗമാക്കി. 1958 ഇന്ദിരാഗാന്ധിയെ കോൺഗ്രസിൻ്റെ സെൻട്രൽ പാർലമെൻ്ററി ബോർഡിൽ അംഗമാക്കി. ഇത് നെഹ്റു ചെയ്തത് ഒരു വേക്കൻസി ഈ പാർലമെൻ്ററി ബോർഡിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്. നെഹ്റു പാർലമെൻ്ററി ബോർഡിൽ അംഗമായിരുന്നു. അദ്ദേഹം അവിടുന്ന് രാജിവെച്ച് ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ആ വേക്കൻസി ഇന്ദിരാഗാന്ധിയെ ഉപയോഗിച്ച് ഫില്ല് ചെയ്തു. ഇതാണ് ചെയ്തത്. എന്നിട്ട് 1959 അടുത്ത കൊല്ലം ഇന്ദിരാഗാന്ധിയെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാക്കി. ഇന്ദിരാഗാന്ധിയെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാക്കിയിട്ട് നെഹ്റു ഒരു സ്റ്റേറ്റ്മെൻറ്റും പുറത്തിറക്കി. ഇന്ദിരാഗാന്ധി എൻ്റെ മകളും സഹപ്രവർത്തകയും ഇപ്പോൾ എൻ്റെ നേതാവുമായതിൽ ഞാൻ സന്തോഷിക്കുന്നുവെന്ന്. 1954 വരെ നെഹ്റു തന്നെയായിരുന്നു കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. 1959 ഇന്ദിരാഗാന്ധിയെ പാർട്ടി പ്രസിഡന്റ് ആക്കുന്നത്. 1954 മുതൽ 1959 വരെയുള്ള പീരീഡിലാണ് ഇന്ദിരാഗാന്ധിയെ നെഹ്റു പാർട്ടിയുടെ പല ഉന്നത സ്ഥാനങ്ങളിലേക്കും കൊണ്ടുവരുന്നതും വളർത്തിക്കൊണ്ടുവരുന്നതും. 1954 നെഹ്റു പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞപ്പോൾ UN ദബാർ എന്ന തൻ്റെ ഒരു ആജ്ഞാനുവർത്തിയെ പാർട്ടി പ്രസിഡന്റാക്കി. 1959 ആയപ്പോഴേക്കും ഈ ദബാറിനെ പിടിച്ചു മാറ്റി ഇന്ദിരാഗാന്ധിയെ പാർട്ടി പ്രസിഡന്റായിട്ട് നോമിനേറ്റ് ചെയ്തു. ശ്രദ്ധിക്കണം, ഇലക്ഷൻ അല്ല, നോമിനേറ്റ് ചെയ്തു. അവിടുന്ന് അങ്ങോട്ട് കോൺഗ്രസ് പൂർണ്ണമായും കുടുംബാധിപത്യത്തിൻ്റെ പിടിയിലായി. അതിന്നും തുടരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഖാർഗെയും മറ്റൊരു ദബാറാണ്. ഖാർഗെയെ മുന്നിൽ നിർത്തി സോണിയയും രാഹുലും പ്രിയങ്കയും അവരുടെ ഭർത്താവും പിള്ളേരും മക്കളും എല്ലാവരും ചേർന്നാണ് ഇപ്പോൾ പാർട്ടിയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. തനിക്ക് ശേഷം ഇന്ദിരാഗാന്ധിയെ പ്രധാനമന്ത്രിയായി കാണുവാൻ നെഹ്റു ഒരുപക്ഷെ ആഗ്രഹിച്ചിരിക്കണം. ഇന്ദിരാഗാന്ധിയെ ഒരു പബ്ലിക് ഫിഗറായി വളർത്തിക്കൊണ്ടുവരുവാൻ നെഹ്റു തുടക്കം മുതലൊക്കെ ശ്രദ്ധിച്ചിരുന്നു. പല ഫോറിൻ അസൈൻമെൻറ്റിലും ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്യുവാൻ ഇന്ദിരാഗാന്ധിയെ നെഹ്റു അയച്ചിട്ടുണ്ട്. ഈ യുനെസ്കോയുടെ എക്സിക്യൂട്ടീവ് ബോർഡിൽ ഓൺ ബിഹാഫ് ഓഫ് നെഹ്റു പ്രൈം മിനിസ്റ്റർ നെഹ്റു ഇന്ദിരാഗാന്ധിയാണ് റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്. ഇതൊക്കെ നെഹ്റു മകൾക്ക് കൊടുത്തിരുന്ന ഒരു എക്സ്പോഷറായിരുന്നു.
1963 കാമരാജ് പ്ലാൻ പാർട്ടിയിൽ നടപ്പാക്കിയപ്പോൾ സകല മുതിർന്ന നേതാക്കളെയും ഭരണത്തിൽ നിന്ന് മാറ്റി സംഘടനാ പ്രവർത്തനത്തിലേക്ക് നെഹ്റു പറഞ്ഞുവിട്ടു. ഇത് യഥാർത്ഥത്തിൽ സഹായിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. കാരണം അവരുടെ മുന്നിലെ സകല പ്രതിബന്ധങ്ങളും അങ്ങനെ മാറിക്കിട്ടി. ഇത്രയുമൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടും നെഹ്റു ജീവിച്ചിരിക്കുമ്പോൾ ഇന്ദിരാഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുവാൻ സാധിച്ചില്ല. അതിന് പ്രധാന കാരണം സ്വാതന്ത്ര്യ സമരത്തിൽ പ്രവർത്തിച്ച ലാൽ ബഹദൂർ ശാസ്ത്രിയെ പോലുള്ളവർ അപ്പോഴും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ്. തൻ്റെ പിന്തുടർച്ചക്കാരിയായി നെഹ്റു എപ്പോഴും മനസ്സിൽ കണ്ടത് ഇന്ദിരാഗാന്ധിയായിരുന്നു. ഇത് ലാൽ ബഹദൂർ ശാസ്ത്രിയും എബോ മത്തായിയും നിജലിംഗപ്പയും ഒക്കെ പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കും റെഫർ ചെയ്യാവുന്നതേ ഉള്ളൂ. നെഹ്റു തുടങ്ങിവെച്ച ഈ കുടുംബ രാഷ്ട്രീയം ഇന്ന് സർവ്വവ്യാപിയാണ് ഇന്ത്യയിൽ. അത് നമ്മുടെ ജനാധിപത്യത്തെ തന്നെ വിഷലബ്ധമാക്കി. ഈ കുടുംബ രാഷ്ട്രീയക്കാരുടെ ഒരു കൂട്ടായ്മയായിട്ട് മാറി ഇന്ന് നമ്മളുടെ ജനാധിപത്യം. കുടുംബ രാഷ്ട്രീയം ഇന്ന് കോൺഗ്രസിൻ്റെ മാത്രം സ്വഭാവമല്ല, അവരുടെ കൂടെ നിൽക്കുന്ന സകല പാർട്ടിയുടെയും സ്വഭാവമായിട്ട് അത് മാറിയിട്ടുണ്ട്. കാശ്മീരിൽ നിന്നും കന്യാകുമാരി വരെയുള്ള പാർട്ടികളെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ജമ്മു കാശ്മീരിൽ അബ്ദുള്ള ആൻഡ് സൺസ്, മുഫ്തി ആൻഡ് അദ്ദേഹത്തിൻ്റെ മകൾ, ഈ കുടുംബ രാഷ്ട്രീയക്കാരാണ്. ഇവരെല്ലാം ഇന്ത്യ മുന്നണിയുടെ ഭാഗവുമാണ്. യു പിയിൽ മുലായം സിംഗും മകനും, കോൺഗ്രസിൻ്റെ മറ്റൊരു സഖ്യകക്ഷിയാണ് അവർ. ഹരിയാനയിൽ ചൗട്ടാളയും മകനും, ഹൂഡയും മകനും, ബീഹാറിൽ ലല്ലു പ്രസാദും ഭാര്യയും മക്കളും, മഹാരാഷ്ട്രയിൽ ശരത് പവാറും മകളും, ഉദ്ധവ് താക്കറെയും മകനും, ആന്ധ്രയിൽ YSRും ഫാമിലി മൊത്തവും, തമിഴ്നാട്ടിൽ കരുണാനിധിയും ഫാമിലിയും. ഇനി കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ KM മാണി, ജോസ് കെ മാണി, K കരുണാകരൻ, K മുരളീധരൻ, കാർത്തികേയൻ, ശബരിനാഥൻ, ഉമ്മൻചാണ്ടി, ചാണ്ടി ഉമ്മൻ. ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റ് മുഴുവൻ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികളാണ്. ഇന്ത്യൻ പാർലമെൻറ്റിലെ 28% MPമാരും ഇവന്മാരുടെ ഫാമിലി പൊളിറ്റിക്സ് കൂടെ വന്നവരാണ്. ഈ കുടുംബ രാഷ്ട്രീയം കളിക്കുവാൻ ആൾക്കാർക്ക് നാണമില്ലാതാക്കി മാറ്റിയത് ജവഹർലാൽ നെഹ്റുവാണ്. ഏറ്റവും വിചിത്രമായ കാര്യം, ഇവരൊക്കെ കുടുംബ രാഷ്ട്രീയം കളിക്കുന്നത് ജനാധിപത്യത്തെ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണെന്നുള്ളതാണ്. ആദ്യം പാർട്ടിയിൽ ആധിപത്യം സ്ഥാപിക്കും, പിന്നെ അവരുടെ ഫാമിലിയിലുള്ളവർക്ക് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് പാർട്ടി ടിക്കറ്റ് കിട്ടത്തുള്ളൂ. കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി നോക്ക്. ഒരു വീട്ടിൽ നിന്ന് തന്നെ 3 MPമാർ, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, വയനാട്ടിൽ നിന്ന് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി. ഇനി റോബർട്ട് വദ്രയ്ക്ക് MP ആവണമെന്ന് തോന്നിയാൽ അയാൾക്കും ആകാം. ഇന്ത്യയിലെ ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയും അയാൾക്ക് തിരഞ്ഞെടുക്കാം. അത് അവരുടെ ചോയ്സാണ്, പാർട്ടിയുടേതല്ല. എന്നാൽ രാഹുൽ ഗാന്ധിയേക്കാൾ 10 ഇരട്ടി കഴിവുള്ളവർ ആ പാർട്ടിയിൽ ഒരു ടിക്കറ്റ് ലഭിക്കാതെ വീട്ടിലിരിക്കും. ഇതാണ് കുടുംബാധിപത്യം. ഈ കുടുംബ രാഷ്ട്രീയക്കാരിൽ കാണുന്ന മറ്റൊരു പ്രത്യേകത, ഓരോ ജനറേഷൻ കഴിയുമ്പോഴും ഇവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. അതാണ് നെഹ്റുവിൽ നിന്നും രാഹുൽ ഗാന്ധിയിൽ എത്തി നിൽക്കുമ്പോൾ നാം കാണുന്നത്. കഴിവുള്ളവരെ വളർന്നു വരുവാൻ അനുവദിക്കാത്തതാണ് കുടുംബ രാഷ്ട്രീയം. കോൺഗ്രസിൽ ഒരാൾക്ക് വളരുവാൻ കഴിയുന്ന ഉയർന്ന പൊസിഷൻ ഈസ് 1 ലെവൽ ബിലോ രാഹുൽ ഗാന്ധി. കോൺഗ്രസിനുള്ളിൽ ഉൾപ്പാട്ട് ജനാധിപത്യം ഇല്ലാതാകുവാനുള്ള പ്രധാന കാരണം ഈ കുടുംബാധിപത്യമാണ്. കോൺഗ്രസിൻ്റെ കുടുംബ രാഷ്ട്രീയത്തിന് വില കൊടുക്കേണ്ടി വന്നത് ഈ രാജ്യമാണ്. കഴിഞ്ഞ 75 കൊല്ലമായിട്ട് പല രൂപത്തിലും ഭാവത്തിലും കോൺഗ്രസിലെ കുടുംബാധിപത്യം നമ്മളെ കാർന്നു തിന്നുന്നു. ഇന്ത്യയുടെ സകല ദുരിതത്തിനും കാരണം കോൺഗ്രസിലെ ഈ കുടുംബാധിപത്യമാണ്. അടുത്ത ആഴ്ച മറ്റൊരു നെഹ്റുവിയൻ മെൻഡറുമായി കാണുന്നതിന് വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.